ഹലോ, കുറേ നാളായല്ലേ കണ്ടിട്ട്. ഞാനിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവാം. ഏകദേശം ഒരു 9:30-10 മണിയായി. നമ്മളിന്ന് പുറത്ത് പോയായിരുന്നേ. അപ്പോൾ വീണാസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങി. പൊതിച്ചോറ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നാട്ടിലെ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഈ പൊതിച്ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അവരിവിടെ പാക്ക് ചെയ്തതിൻ്റെ ഇവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. പൊതിച്ചോറിലുള്ളത് എന്തൊക്കെയാണ്: റൈസ് ഉണ്ട്, പ്രോൺസ്, ഫിഷ്, എഗ്, കോക്കനട്ട്, മാംഗോ, റെഡ് ചില്ലി, ഓയിൽ, സോൾട്ട്, ടർമറിക് പൗഡർ, ഒനിയൻ. ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 22 ഏപ്രിൽ വരെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അറിയില്ല, നമുക്ക് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ്. ബനാന ലീവ്സ് എന്നാണ് പറഞ്ഞത്. പ്ലാസ്റ്റിക്കിൻ്റെ ബനാന ലീവ്സ് ആവാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഒരു നമ്മുടെ നാടൻ പൊതിച്ചോറ് വേണമെങ്കിൽ സാധാ നമ്മുടെ നാടൻ ബനാന ലീവ്സ് ഇല്ലേ, അതിൻ്റെ സ്മെല്ല് അതൊരു പ്രത്യേക ഇതല്ലേ. അതാണ് ശരിക്കും പൊതിച്ചോറിൻ്റെ ഒരു ഇത്. അല്ലാതെ ഫോയിലോ അല്ലെങ്കിൽ സാധാരണ വേറെ ലീഫിലൊക്കെ ഇടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല. നമുക്ക് നോക്കാം. ശരിക്കും ഇത് ഫോയിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തു അയ്യോ പറ്റിക്കപ്പെട്ടു, ഫോയിലായിരിക്കുന്നു. പക്ഷെ അല്ല കേട്ടോ, നമ്മുടെ സാധാ ബനാന ലീഫാണേ. ആഹാ, അടിപൊളി. നല്ല സ്മെല്ല് വരുന്നുണ്ടേ, നല്ല സ്മെല്ലുണ്ട്. അപ്പം നല്ലൊരു മുട്ട പൊരിച്ചത് ഓംലെറ്റ് ഉണ്ട് കേട്ടോ അക്കൂട്ടത്തിൽ. നല്ലൊരു മുട്ട പൊരിച്ചതുണ്ട്. പിന്നെ ഇതെന്താ, ചീരത്തോരൻ. പരിപ്പുണ്ടോ? ഇല്ല, ചീരത്തോരൻ. പിന്നെ പ്രോൺസ്, ചെമ്മീനുണ്ടേ, പ്രോൺസ് ഉണ്ട്. സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതെന്തോ ഫിഷ് ഉണ്ട് കേട്ടോ, ഫിഷ് എന്തോ ഉണ്ട്. പിന്നെ അതെ നല്ല ചമ്മന്തി ഉണ്ട്. നല്ലൊരു പീസ് ഫിഷ് ഉണ്ട് കേട്ടോ, നല്ലൊരു പീസ് ഫിഷ് ഉണ്ട്. ഇവിടെ മാംഗോ പിക്കിളാണേ, എല്ലാം മിക്സ് ചെയ്ത് കിടക്കും കേട്ടോ. മാംഗോ പിക്കിളുണ്ട്. പിന്നെ എന്താ ഇത്, അവിയലോ, പയറാന്ന് തോന്നുന്നു. പയറുണ്ട്. ഇതാണ് നമ്മുടെ ഇതിലുള്ളത് കേട്ടോ. ഓംലെറ്റ്, ചെമ്മീൻ, ഇത് എല്ലാം കൂടെ മിക്സായിട്ട് കിടക്കുവാണേ. അല്ലാതെ ഈ കൂട്ടത്തിൽ നമുക്കൊരു ബോക്സ് കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ബോക്സിൽ എന്താ നമുക്ക് നോക്കാം. മീൻ കറി, അടിപൊളി. മീൻ്റെ ചവാറിങ്ങനെ ഒഴിക്കണം കേട്ടോ ഇതിനകത്തേക്ക്.